ഡോൾഫിനുകൾ തിരമാലകളിൽ നിന്ന് ചാടി വായുവിൽ അഭ്യാസം നടത്തുന്നതിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഡോൾഫിൻ ചാടുമ്പോൾ അതിന്റെ മുഴുവൻ ശരീരവും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. കാണുമ്പോൾ രസമുണ്ടാവുമെങ്കിലും അതിന് വലിയ അധ്വാനമുണ്ടാവും. അപ്പോൾ ഡോൾഫിനുകൾ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് എന്തുകൊണ്ടായിരിക്കും? നിരവധി കാരണങ്ങളുണ്ട്. നമുക്ക് അതെല്ലാം പരിശോധിക്കാം. ഡോൾഫിനുകൾ സാമൂഹിക ജീവികളാണ്. അവർ കൂട്ടമായി ജീവിക്കുന്നു. പക്ഷേ വെള്ളത്തിൽ ദീർഘദൂരം കാണാൻ അവയ്ക്ക് പ്രയാസമാണ്. അതിനാൽ പരസ്പരം ബന്ധം പുലർത്താൻ അവ ശബ്ദം ഉപയോഗിക്കുന്നു. ശബ്ദം വായുവിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുക വെള്ളത്തിലൂടെയാണ്. ചാടുന്ന ഡോൾഫിനുകൾ വെള്ളത്തിലടിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാവും. അത് വളരെ ദൂരേക്ക് കേൾക്കുകയും ചെയ്യാം. സ്പിന്നർ ഡോൾഫിനുകൾ പോലുള്ള ചില ഇനങ്ങൾ പ്രത്യേകിച്ച് രാത്രിയിൽ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെ അവരുടെ സ്ഥാനമറിയിക്കാൻ ചാടുന്നു. ഇത് പരസ്പരം ട്രാക്ക് ചെയ്യാൻ അവയെ സഹായിക്കും. സ്പിന്നർ ഡോൾഫിനുകൾ വളരെ വൈദഗ്ധ്യമുള്ള ചാട്ടക്കാരാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വെള്ളത്തിൽ തിരികെ ഇറങ്ങുന്നതിന് മുമ്പ് അവ വായുവിൽ 7 തവണ വരെ കറങ്ങുന്നു. വെള്ളത്തിനടിയിലൂടെ നടക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വെള്ളം വായുവിനേക്കാൾ സാന്ദ്രമാണ്. ഇത് ഒരു ഡ്രാഗ് അല്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ് ബുദ്ധിമുട്ടിന് കാരണം. ഈ പ്രതിരോധത്തെ മറികടക്കാൻ സഹായിക്കുന്ന ശരീരമാണ് ഡോൾഫിനുകളുടേത്. പക്ഷേ എന്നാലും അവയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനാൽ വേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് വേട്ടക്കാരായ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനോ മത്സ്യത്തെ വേട്ടയാടാനോ ശ്രമിക്കുകയാണെങ്കിൽ അവ ചിലപ്പോൾ ചാടുന്നു. വായുവിലായിരിക്കുമ്പോൾ അവ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. കൂടാതെ ഊർജം ലാഭിക്കുകയും ചെയ്യുന്നു. ചില ഡോൾഫിനുകൾക്ക് 50 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ളൂ. ഉദാഹരണത്തിന് ഹെക്ടറിന്റെ ഡോൾഫിൻ. അതേസമയം ഓർക്ക പോലുള്ളവയ്ക്ക് നിരവധി ടൺ ഭാരമുണ്ടാവും. എന്തായാലും ഒരു ഡോൾഫിൻ വെള്ളത്തിലേക്ക് തിരികെ വീഴുമ്പോൾ അത് വളരെ ശബ്ദമുണ്ടാക്കും. ഡസ്കി ഡോൾഫിനുകൾ പോലുള്ള ചില ഡോൾഫിൻ സ്പീഷീസുകൾ ഈ ശബ്ദം ഉപയോഗിച്ച് ഉപരിതലത്തിലെ മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടിക്കുന്നു. റെമോറസ് എന്നറിയപ്പെടുന്ന മത്സ്യങ്ങൾ ഒരു സക്കർ ഉപയോഗിച്ച് ഡോൾഫിനുകളുടെ തലയിൽ പറ്റിപ്പിടിക്കും. ഇത് സുരക്ഷിതമായിരിക്കാൻ അവയെ സഹായിക്കുന്നു. കൂടാതെ ചെറിയ പരാന്നഭോജികൾ, ഡോൾഫിന്റെ പഴയ തൊലി എന്നിവ അവ ഭക്ഷണമാക്കും. റെമോറുകൾ ഡോൾഫിനെ ഉപദ്രവിക്കുന്നില്ലെങ്കിലും അവ ഡോൾഫിന്റെ വേഗത കുറയ്ക്കും. അതിനാൽ ഡോൾഫിനുകൾ റെമോറുകളെ പുറത്താക്കാൻ ചാടിക്കുടയും. ഡോൾഫിനുകൾ വളരെ ബുദ്ധിയുള്ള ജീവികളാണ്. അവയ്ക്ക് വലിയ തലച്ചോറുണ്ട്. അതിനാൽ തന്നെ സൂത്രങ്ങൾ പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവയ്ക്ക് സാധിക്കും. ബുദ്ധിശക്തിയുള്ളതിനാൽ തന്നെ അവയ്ക്ക് കളിക്കാനും സാമൂഹികമായി ഇടപെടാനും കഴിയും. ചിലപ്പോൾ ഈ സാമൂഹിക ബന്ധം അടിയിൽ കലാശിക്കാറുണ്ടെന്ന് സാമൂഹിക വിദഗ്ധർ പറയുന്നു. 2 ഡോൾഫിനുകൾ ഒരുമിച്ച് ചാടുന്നത് യഥാർത്ഥത്തിൽ പരസ്പരം ഇടിക്കാൻ ശ്രമിക്കുകയായിരിക്കാമെന്ന് ഡോൾഫിൻ വിദഗ്ധർ പറയുന്നു. ഡോൾഫിനുകളും കളിയാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ തിമിംഗലങ്ങൾ, ആമകൾ തുടങ്ങിയ മറ്റ് സമുദ്ര സസ്തനികളുമായും അല്ലെങ്കിൽ ഒരു കഷ്ണം കടൽ പായലിനോടും കളിക്കും. ആ കളിയുടെ ഭാഗമായും അവർ വെള്ളത്തിനു മുകളിൽ ചാടുന്നു. അതിനാൽ ഡോൾഫിനുകൾ പല കാരണങ്ങളാൽ ചാടിയേക്കാമെന്ന് ഗവേഷകർ പറയുന്നത്. അതായത് നേരം പോക്കിനു വേണ്ടിയും ചാടിയേക്കാമെന്ന്.